കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുന്നു എന്നുള്ളതിനാൽ ദൈവത്തിൻ്റെ വചനത്തിലൊരു വാക്യമുണ്ടല്ലോ, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെങ്ങും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നിരുന്നപ്പോൾ മുതൽ എൻ്റെ ഉള്ളം ആ വാക്യം ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു. കാരണം നമുക്കെല്ലാം കർത്താവിൻ്റെ ബലം ആവശ്യമാണ്. അവൻ്റെ ബലം നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ട. ഏത് സമയത്താണ് കർത്താവിന് ബലം നമ്മിലേക്ക് വ്യാപരിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. എന്നാൽ എപ്പോഴും അവങ്കിൽ ഏകാഗ്രചിത്തരായിരിക്കുമ്പോൾ അവൻ്റെ ബലം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അല്പസമയം വചനത്തിൽ നിന്ന് എടുക്കണമെന്ന് ദേവദാസന്മാരനോട് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ധ്യാനിച്ച് കർത്താവ് ഏത് വചനമാണ്, പെട്ടെന്നൊരു വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു. അത് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതെന്നെ തന്നെ ബലപ്പെടുത്തി. 12-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദും ആസാഫും അനേക സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം നമുക്ക് ആത്മീയ ചൈതന്യം തരുന്നതും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. എന്നാൽ ചിലടത്ത് മാത്രം യഹോവ അരുളി ചെയ്യുന്നെന്ന് ഊന്നി പറയുമ്പോൾ, അത് വായിക്കുമ്പോൾ അതിനകത്തൂടെ ദൈവശക്തി അത് ഗ്രഹിച്ച് വായിക്കുമ്പോൾ ഉണ്ട്. അങ്ങനെ വായിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എളിയവരുടെ ദൈവമാണ് ദൈവം. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവം നല്ലവനാണെന്നും എളിയവനൊന്ന് ദീർഘശ്വാസം വിട്ടാൽ അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവം. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം. ലോകത്തിന് ദരിദ്രന്മാരുടെ വലിയ വിലയൊന്നും അല്ലായിരിക്കും ദരിദ്രന്മാർ. എന്നാൽ അല്ല സകലത്തിന്റെ സൃഷ്ടാവ് ഉടയനുമായവൻ അല്ല വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഞാൻ പിന്നെ എഴുന്നേൽക്കുമെന്നല്ല, ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും. അനുഭവിച്ചവളാണ്. നമ്മളൊക്കെ അനുഭവിച്ചവരുണ്ട്, ദീർഘശ്വാസം വിട്ടവരുണ്ട്. ആ കിച്ചണിൽ നിന്ന് ദീർഘശ്വാസം വിട്ടതിന് മറുപടി ദൂരെ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും മനുഷ്യരോട് പറഞ്ഞ് മറുപടി കിട്ടാത്തയിടത്ത് ഒരു ദീർഘശ്വാസം മതി. ബൈബിളിൽ തന്നെ എത്രയോ പേർക്ക് ദീർഘശ്വാസം വിട്ട അനുഭവങ്ങൾ ലഭിച്ചതുണ്ടല്ലേ. അന്നയുടെ ജീവിതം എടുത്താൽ പ്രതിയോഗി നിമിത്തം അവൾ ദീർഘശ്വാസം വിട്ട അനേക സമയങ്ങളുണ്ട്. പക്ഷേ ദൈവകൃപയിൽ നിന്ന് പ്രതിയോഗിക്ക് അല്ലല്ലേ പ്രത്യുത്തരം കൊടുക്കാതെ പകരം വീട്ടാതെ എന്തു പറഞ്ഞാലും നിന്ന് സഹിച്ച് മടുത്ത സമയങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അല്ല ദൈവം എന്നും കണ്ടുകൊണ്ടിരിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ വാക്യം എന്നെ വളരെ ബലപ്പെടുത്തി. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം. നമുക്കറിയാം സ്റ്റെഫാനോസിന്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ഹല്ലേലൂയ സ്റ്റെഫാനോസ് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുന്ന സമയത്ത് ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ യേശുവോട് എഴുന്നേറ്റ് നിൽക്കുകയാണ് അല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നെടുവീർപ്പുകളുടെ മധ്യത്തില്, സങ്കടത്തിന്റെ മധ്യത്തില് നാം കാണുന്നില്ലെങ്കിലും നമ്മെ കണ്ട് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കർത്താവ്, നിൽക്കേണ്ടതിനുള്ള കൃപ തരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ വാക്യത്തിൽ അനേക അർത്ഥമുണ്ട്. അത് അനുഭവിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എളിയവരുടെ പീഡയും പീഡ അനുഭവിക്കുന്നവർക്ക് ലോകത്ത് നോക്കുമ്പോൾ ആശ്വസിപ്പാൻ ആരും കാണത്തില്ലെന്ന് തോന്നിയാലും അത് വിശ്വസിച്ചാണ് ഈ പീഡയുടെ ഒക്കെ മുൻപിൽ എങ്ങനെ നിൽക്കുവാൻ കഴിയും. നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ച പീഡയുടെ മുൻപിലൊക്കെ എങ്ങനെ നിന്നു. പക്ഷേ തക്ക സമയത്ത് കൃപ ഉയരത്തിൽ നിന്ന് പകരപ്പെടും. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഭാരപ്പെടാൻ അല്ലെങ്കിൽ നിൽക്കാൻ ഒക്കത്തില്ല. അവന്റെ മൃഗങ്ങളുടെ മുൻപിലും തീക്കകത്തും ഹല്ലേലൂയ സിംഹക്കുഴിയിലും ഒക്കെ ഇട്ടപ്പോൾ ഒരു മനുഷ്യ ശക്തി കൊണ്ട് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. നമുക്കറിയാം. എന്നാൽ നിർത്തുന്ന കർത്താവ് അവിടെ ഉയരത്തിൽ എഴുന്നേൽക്കും നമുക്ക് വേണ്ടി. അന്നേരം കൃപ ഇങ്ങ് ഒഴുകിക്കൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ട് അതൊന്നോർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. ഇപ്പോൾ നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട് നിന്ന സമയത്ത് നിന്നവരെയൊക്കെ ആ പീഡയുടെ മുമ്പിൽ കർത്താവ് ഇറങ്ങി വന്ന് സഹായിച്ചത്. ദാനിയേലും ഹല്ലേലൂയ ചന്ദ്രക് മേശക് അബേദ്നെഗോ ജോസഫ് എല്ലാവരും കർത്താവ് കൊടുത്ത സമയത്ത് നേരോടെ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ അവരുടെ കഷ്ടങ്ങളിൽ അവൻ അടുത്ത തുണയായി വന്നവരെ വിടുവിച്ചു. ഹല്ലേലൂയ. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കും. നമ്മ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. സ്തോത്രം. സാധു സുന്ദർ സിംഗിന്റെ കഥ. ഹല്ലേലൂയ. ചരിത്രം. ഞാൻ വാസ്തവത്തിൽ രക്ഷ എന്താണെന്ന് തനിക്ക് വാസ്തവമായിട്ട് അറിയത്തില്ലെങ്കിൽ ഒരു ആശയമുണ്ടായിരുന്നു. മാതാപിതാക്കൾ ഭക്തിയോടെ വളർത്തി അവരുടെ പ്രമാണപ്രകാരം എല്ലാം ജീവനുള്ള ദൈവം ആരെന്നറിയാതെ അറിയുന്നതിനെ സേവിച്ച ഒരാളാണ്. എന്നാൽ അല്ല ഉള്ളിലുണ്ടായിരുന്നു ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് കാണണം, എന്നോട് സംസാരിക്കണമെന്ന്. രക്ഷയ്ക്കായി കാംക്ഷിച്ച ഉടനെ അല്ലെങ്കിൽ വെളുപ്പിനെ ട്രെയിനിന്റെ അല്ലെങ്കിൽ കീഴിൽ പോയി തലവെക്കാൻ തീരുമാനിച്ചു. അത് കണ്ടുകൊണ്ട് ഉയരത്തിൽ ഒരാൾ ജീവിക്കുകയാണ്. ഹല്ലേലൂയ.
അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് സാധു സുന്ദരസിംഗിന്റെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് വെളുപ്പിനെ തൻ്റെ റൂമിൽ ഇറങ്ങി വന്ന് ഞാനാണ് ജീവിക്കുന്ന കർത്താവ് എന്ന് വെളിപ്പെടുത്തിയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തക്ക സമയത്ത് ഇറങ്ങി വരുന്ന പ്രവർത്തിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഉള്ളതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം 21-22 നമുക്ക് വായിക്കാം. നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അല്ല, 51-21, യെശയ്യാവ് 51-21. ആകയാൽ അരിഷ്ടയും വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചിരിക്കുന്നവരും ആയുള്ളവേ, ഇത് കേട്ടുകൊള്ളുക. അടുത്ത വാക്യമുണ്ട്. നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നിന്റെ ദൈവമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആകയാൽ അരിഷ്ടയും വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചോളൂ ആയുള്ളവേ, ഇത് കേട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അവന് താഴോട്ട് വായിക്കുമ്പോൾ ലഹരി പിടിച്ചവൾക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ. കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവമായ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം, എന്റെ ക്രോധത്തിന്റെ പാനപാത്രം ഉടൻ തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കയില്ല. നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിക്കുന്ന അനുഭവങ്ങൾ ഇതിനകത്ത് 2-3 ദൈവാത്മാവ് എനിക്ക് തന്നതാണ്. അതുകൊണ്ട് അത് ധൈര്യമായിട്ട് പറയാൻ കഴിയും. നമുക്ക് 1 ശമൂവേൽ, അതിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, എന്നാൽ അതിനോട് ചേർന്ന് 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം കൂടെ ഒന്ന് ചേർന്ന് വായിക്കാം. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഒരിക്കലും തോന്നരുതാത്ത ആളാണ് ഏലി പുരോഹിതൻ. പക്ഷേ ആ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചു, നമുക്കൊക്കെ അനുഭവം ഉണ്ടല്ലേ, മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം, ആരാധനയിൽ ലഹരി പിടിച്ച അനുഭവം, പ്രാർത്ഥനയിൽ ലഹരി പിടിച്ച അനുഭവം. ചില വചനങ്ങൾ ഇടപെടുമ്പോൾ അറിയാതെ മറ്റെല്ലാം മറന്നാൽ ആനന്ദത്തിൽ ആ വചനത്തിന്റെ അർത്ഥം ജീവിതത്തിൽ ആക്കി സ്വന്തമാക്കുന്ന അനുഭവങ്ങള്. അല്ലെങ്കിൽ അന്ന ലഹരി പിടിച്ചവളെ പോലെ തന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അങ്ങനെ ആയവർക്കൊക്കെ അതിന്റെ പ്രതിഫലവും ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. മറ്റാര് നിന്ദിച്ചാലും അവൾക്ക് പ്രയോജനം. നമുക്ക് അതിന്റെ അന്നയുടെ ജീവിതത്തോട് ചേർന്ന് തന്നെ നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട്. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഇന്ന് രാത്രികാലം ഇവിടെ വന്നിരുന്നപ്പോൾ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് ശക്തിയോടെ എന്നോട് ഇടപെട്ടു. ഇന്ന് ആ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് എന്തോ ചിലത് ചെയ്യാനുണ്ട്. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് അറിഞ്ഞ ഹന്ന അത് ആ അധ്യായം മുഴുവൻ വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഞാനത് അവിടെ ഇരുന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ ഇത് എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നതിനാൽ കർത്താവ് എല്ലാ വർഷവും ായിക്കുള്ള 2 ഭാര്യമാര് പെന്നിനെയും ഹന്നയും ഒരുമിച്ച് ശീലോവിലേക്ക് ആരാധനയ്ക്ക് യാഗം കഴിക്കുവാൻ പോകുന്ന പതിവുണ്ട്. എന്നാൽ എത്രയോ വർഷങ്ങൾ അങ്ങനെ പോയി വന്നു എന്നും ദുഃഖത്തോടെ. എന്നാൽ ഒരു ദിവസം ശിംശോനെ ദൈവം ഉദ്യമിപ്പിച്ച പോലെ ദൈവാത്മാവ് ഹന്നയെ ഒന്ന് ഉദ്യമിപ്പിച്ചു. ശീലോവിൽ പോയി വളരെ ദിവസങ്ങൾ പട്ടിണി കിടന്നു. അല്ല ദുഃഖം കൊണ്ട്, എന്താ പെണ്ണിനെ അവളെ മുഷിപ്പിക്കൊണ്ട് അല്ലെങ്കിലും പ്രതികാരം ഒന്നും ചെയ്യാതെ സഹിച്ചു മടുത്ത് ദിവസങ്ങൾ നീങ്ങുകയാണ്. അതിന്റെ തക്ക സമയമാകുമ്പോൾ ദൈവം എഴുന്നേൽക്കും. നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയം. എന്നാൽ ദുഃഖിക്കുന്ന വ്യാകുലപ്പെടുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുന്ന ദൈവവൈതലേ, പക്ഷെ ഒരു കാര്യം വേണം, ദൈവാത്മാവ് ഉദ്യമിപ്പിക്കുമ്പോൾ ലഹരി പിടിച്ചോളെ പോലെ പിടിച്ചു വാങ്ങിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ജീവിതമായി മാറിയാൽ നിന്റെ ലഹരി പിടിച്ച പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുമായി ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹന്ന ദൈവത്തോട് അവൾ ഒന്നും ഓർത്ത് കാണുകയില്ല. പക്ഷേ അവൾ ഇത്രയും നാളും അനുഭവിച്ച ദൈവത്തെ അങ്ങോട്ട് അനുഭവിക്കാൻ, അത് വെളിപ്പെടുത്തുവാൻ പോകുന്നതേ ഉള്ളൂ. അതിനുള്ള സമയമായപ്പോൾ എല്ലാ വർഷവും പോകുന്ന പോലെ ആ വർഷം ശീലോവിൽ പോയിച്ച് അവൾ വിചാരിച്ചു ഹല്ലേലൂയ ഉത്സവം കണ്ട് എല്ലാ സാധനവും വാങ്ങിച്ച് മടങ്ങി പോകുന്നതിനേക്കാൾ ഉപരി ആലയത്തിനകത്തേക്കൊന്ന് കയറി ചെന്ന് കുറച്ച് സമയം ദൈവമായിട്ടൊന്ന് ബന്ധപ്പെടാമെന്ന്. ഹല്ലേലൂയ. എല്ലാ വർഷവും പോകുന്ന പോലെ അല്ലായിരുന്നു ആ വർഷത്തെ പോക്ക്. ശീലോവിലോട്ട് കടന്നു ചെന്ന് എല്ലാവരും സാധനങ്ങളും നോക്കി ഉത്സവം ചെന്നെല്ലാം കണ്ട് മടങ്ങുവാനിരിക്കുമ്പോൾ ആരും അറിയാതെ അവൾ ആലയത്തിനകത്തേക്ക് കടന്നു ചെന്നു. ദൈവസാന്നിധ്യം അനുഭവിച്ചു
അനുഭവിക്കുന്ന യെരൂശലേം ദേവാലയത്തിനുള്ളിൽ അവൾ ദൈവമായിട്ടങ്ങ് ബന്ധപ്പെട്ടു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആരും അറിയാത്തത് ദൈവമായിട്ടുള്ള സംസാരിച്ചു. പെണ്ണിനെ ഓർത്ത് ഇത്രയും നാളും പട്ടിണി കിടന്നവൾ എന്നും ഇങ്ങനെ പട്ടിണി കിടക്കത്തേ ഉള്ളെന്ന്. അതിൽ പട്ടിണി കിടന്നത് മതിയാക്കുന്ന ഒരു സമയമുണ്ട്, ഉപവാസത്തിനൊരു സമയമുണ്ട്. അന്ന് എടുത്തുകൊള്ളണം. അത് കഴിയുമ്പോൾ മുഖം കഴുകി ഭക്ഷണം കഴിച്ച് തൃപ്തിയായി നടക്കണം. എങ്ങനെ? ആ വിശ്വാസത്തിന്റെ ലഹരി പിടിച്ചു കഴിയുമ്പോൾ. അന്നയ്ക്ക് പല ലഹരിയായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവൾക്ക് ലഹരി പിടിച്ചപ്പോൾ അവൾ ആലയത്തിൽ ചെന്ന് പറഞ്ഞു, കർത്താവേ, ഇനി എനിക്കിങ്ങനെ പങ്കഴില്ല. അവൾ ഉറക്കെ കരഞ്ഞു, പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. മനോവ്യസനത്തോടെ അവൾ കരഞ്ഞു. അവൾ കരയേണ്ട സമയമുണ്ട്, ചിരിക്കേണ്ട സമയമുണ്ട്. എന്നാൽ എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ പുറകിലുള്ള വശങ്ങളൊക്കെ അറിയുന്ന ഒരു കർത്താവ് നേരോടെ ദൈവത്തിൽ നിന്ന് പ്രതിയോഗിയോട് പ്രതികാരമൊന്നും ചെയ്യാതെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ജീവിച്ചേച്ച് ഹല്ലേലൂയ, തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവത്തെ അറിഞ്ഞ ഹല്ലേലൂയ ഇറങ്ങി വന്നവൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് അവള് ഹല്ലേലൂയ ലഹരി പിടിച്ചെന്ന് തോന്നുമാറുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അവൾ നമ്മൾ ആദ്യം 51 യെശയ്യാവിന്റെ 51 വായിച്ചല്ലോ, വീഞ്ഞു കുടിക്കാതെ ലഹരിയായവൾക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ അവളെ ക്ലേശിപ്പിച്ചവരുടെ കയ്യിൽ അവളുടെ പാനപാത്രം, ദുഃഖത്തിന്റെ പാനപാത്രം, നെടുവീർപ്പിന്റെ പാനപാത്രം എല്ലാം എടുത്ത് കൊടുക്കുമെന്ന് നമുക്ക് വേണ്ടിയൊക്കെയുള്ള വചനമാണിത്. എന്നും നെടുവീർപ്പോടെ ഇരിക്കുവാൻ സമ്മതിക്കില്ല. അവൾ ഒന്നും മനസ്സിലാക്കി, യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഭർത്താവിനോടോ ഒക്കെ സങ്കടം പറഞ്ഞാൽ അവൾക്കറിയാം ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അടച്ചവൻ തന്നെ തുറക്കണം, അല്ലേ? ഹല്ലേലൂയ. അതാണ് ദൈവാത്മാവിനോട് ശക്തമായി ഇന്ന് രാത്രികാലം ഇടപെട്ടത്. യഹോവ അവളുടെ ഗർഭം അടച്ചെങ്കിൽ പിന്നെ ഹല്ലേലൂയ ആരാലോ തുറക്കാൻ കഴിയില്ല. അവൻ അടച്ചാൽ ആരും തുറക്കയില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കൊന്ന് വിശ്വസിക്കാം. അത് ഈ വിഷയം മാത്രമല്ല, ഏത് വിഷയത്തിൽ ഹല്ലേലൂയ ശത്രു നമ്മുടെ എന്തെങ്കിലും അടച്ചിട്ടുണ്ടോ അത് ദൈവത്തോട് നമുക്ക് ചോദിക്കാം. എന്നാൽ ദൈവം അടച്ചത് തുറക്കണമെങ്കിൽ അവൾക്ക് മനസ്സിലായി ദൈവത്തിന്റെ പാദപീഠത്തിൽ തന്നെ ചെന്ന് ദൈവം തന്നെ തുറന്നെങ്കിലേ പറ്റത്തുള്ളെന്ന്. അവളത് മനസ്സിലാക്കി. അവളെ ദൈവാത്മാവ് ഉദ്യോഗിപ്പിച്ചപ്പോൾ അവളെ ഓടി ദൈവാലയത്തിൽ ചെന്ന് ദൈവമായിട്ട് മണിക്കൂറുകളായിരിക്കും, നമുക്കറിയത്തില്ല, മിനിറ്റുകളെ ഉള്ളായിരിക്കും, നമുക്കറിയത്തില്ല. അത്രയും മതി. കർത്താവുമായിട്ട് അങ്ങ് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൾ സ്വസ്ഥയായി, റെസ്റ്റ്ലെസ് ആയി അവൾ കടന്നു ചെന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവൾ എന്തോ ഒരു ആശ്രയം ദൈവത്തിൽ വെച്ച ശേഷം, വിശ്വസിച്ച ശേഷം, ആ ലഹരിയിൽ അവൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. എല്ലാവരും ലഹരി പിടിച്ചവളെ പോലെ അവളുടെ നാവിൽ ശബ്ദമൊന്നും വന്നില്ലെന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നു. എന്നാൽ ഹൃദയം ഒന്നും വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ചില സമയത്ത് ഹല്ലേലൂയ കണ്ണിൽ നിന്ന് 2 തുള്ളി വെള്ളം പോയാൽ മതി, പിന്നെ ദൈവം അങ്ങ് അംഗീകരിച്ചെന്നൊരു ഉറപ്പാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒഴുകുവാൻ അവസരം ഉണ്ടെങ്കിൽ വിചാരിച്ചോണം. പിന്നെ അതിനെപ്പറ്റി നമ്മൾ വ്യാകുലപ്പെടരുത്. അതാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അവിടെയും നിന്നെയാണ് കിട്ടിയത്. വീട്ടിൽ നിന്ന് സഹിച്ച് മടുത്താണ് ആലയത്തിലോട്ട് ചെന്നത്. അവിടെ ആശ്വാസം കിട്ടേണ്ടടുത്ത് പുരോഹിതനിൽ നിന്ന് കിട്ടിയത് നിന്ന് തന്നെ പരിഹാസത്തോടെ ചോദിച്ചതാണ്. ഹല്ലേലൂയ, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് എലി പുരോഹിതൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആർക്കായാലും ഇവിടെ നിന്നും പാങ്ങണ്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോണേ. ലേശേ ദൈവകൃപ പ്രാപിച്ച ഹന്ന. ഹല്ലേലൂയ. കോപിക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയുന്നാൽ ദൈവകൃപ പ്രാപിച്ചവരതിന്റെ മറുപടിക്ക് വേണ്ടി അവൾ ഹല്ലേലൂയ വളരെ താഴ്മയോടെ പറയുകയാണ്, യജമാനനെ. ഹല്ലേലൂയ. ആര് വിളിക്കും അങ്ങനെ പറയുന്ന ഒരു കർത്താവിന്റെ ദാസനെ യജമാനെന്ന്? ഈ മനുഷ്യൻ എന്തൊരു മനുഷ്യനെ പ്രാർത്ഥിക്കാന്നൊക്കെ നമ്മുടെ മാനുഷികമായ ബുദ്ധി. എന്നാൽ അവൾ ദൈവകൃപ പ്രാപിച്ച് ദൈവത്തിന്റെ സമയമായെന്ന് അറിഞ്ഞ് ആലയത്തിൽ കടന്നതിനാൽ അവൾ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. യഹോവയുടെ സന്നിധിയിൽ ഹൃദയം പകർന്നു കഴിഞ്ഞ ഹന്നയ്ക്ക് ദൈവം ഹല്ലേലൂയ ഇടപെട്ടതിൻ്റെ ആ ധൈര്യവുമായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അത് അവളുടെ സംസാരം കേട്ടപ്പോൾ എലി പുരോഹിതന് മനസ്സിലായി ദൈവം ഇവളുടെ പ്രാർത്ഥന കേട്ടെന്ന്, അല്ലേ? എലി പുരോഹിതൻ വഴക്ക് പറഞ്ഞപ്പോൾ, അല്ലെ പരിഹാസത്തോടെ നീ വീഞ്ഞു കുടിച്ചവളാന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന്റെ മറുപടി കോപത്തോടോ അല്ലെ ഹല്ലേലൂയ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും പുരോഹിതൻ അവളെ മനസ്സിലാക്കിയില്ലായിരുന്നു. എന്നാൽ അവളുടെ താഴ്മയും വിനയവും, നാം എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം, ദൈവാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ ആ രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് ഇടപെട്ടാൽ എലി പുരോഹിതന് പോലും മാനസാന്തരം വരും. താനാകത്ത് ക്ഷീണിതനായിരിക്കുകയാണ്, ആത്മാവിലും ശരീരത്തിലും അല്ല. എന്നാൽ ഹന്ന ആലയത്തിൽ കയറി മടങ്ങി വന്നപ്പോൾ എലി പുരോഹിതന് മനസ്സിലായി ഇവളിൽ എന്തോ
ഉണ്ടെന്ന്. ഹല്ലേലൂയ. അവ പറയാണ്, ഏലി അതിന് മറുപടി പറഞ്ഞ എന്താണ്? സമാധാനത്തോട് പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹത്തോടെ അവളെ പറഞ്ഞയച്ചു. അത് കേട്ടാലും കേട്ടില്ലേലും അവൾക്ക് മനസ്സിലായി അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന്. ഇന്ന് രാത്രികാലം ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്ന ദൈവ വൈതലേ, നമ്മുടെ സമയം വന്നിരിക്കുകയാണ്. നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു കർത്താവേ. നാളുകളായി ഞങ്ങൾ ഇത് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ സമയം വരുമ്പോൾ തിരിച്ചറിയണമെങ്കിൽ അവന്റെ പാദപീഠത്തിൽ ലഹരി പിടിച്ചവനെ പോലെ വിഷയങ്ങൾക്ക് ഭാരം തരുമ്പോൾ അതുമായി പാദപീഠത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊള്ളണം. സ്തുതികളിന്മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെ ചെയ്യേണ്ട ക്രിയ അങ്ങ് ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. മനുഷ്യന്റെ കഴിവുകളോ മനുഷ്യൻ്റെതായ ഒന്നും നോക്കിയാൽ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കഴിവുകൾക്കപ്പുറം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ വിശ്വസിച്ചാണോ എങ്കിൽ പിന്നെ മുഴുവൻ കഴുകി ഭവനത്തിൽ പോയി വയറ് നിറയെ ഭക്ഷണം കഴിക്കണം എന്നെ പോലെ. ഹല്ലേലൂയ. പെണ്ണിനെ വിചാരിച്ച് തിരിച്ചു വരുമ്പോഴും ഇവൾ പട്ടിണി കിടക്കാനായിരിക്കും വരുന്നതെന്ന്. പക്ഷെങ്കിൽ ഹന്ന ഹല്ലേലൂയ ധൈര്യത്തോടെ തൻ്റെ വഴിക്ക് പോയി, സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. നമ്മളെല്ലാം ദൈവാത്മാവ് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചേച്ച് പിന്നെയും നമ്മളെ കാണുന്നവരോർക്കും ഈ ലോകത്തിന്റെ ഭാരമെല്ലാം ചുമന്നുകൊണ്ട് നമ്മൾ നടക്കുകയാണെന്ന്. ഹാലിൽ നമ്മുടെ ഭാരമെല്ലാം, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാമെന്ന് കർത്താവ് പറഞ്ഞിട്ടും ദൈവമക്കളായിട്ടും ചില സമയത്ത് വലിയ സന്തോഷം, ചില സമയത്ത് അങ്ങ് താണു. അങ്ങനെയല്ല കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി കരുതുവാനുണ്ട്. ഈ ദൈവത്തെ ഞാൻ ഇന്നലെ അനുഭവിച്ചെങ്കിൽ ഇന്നും നാളെയും അനുഭവിപ്പാൻ അവൻ മതിയായവനെന്ന് ഉറക്കെ പറയുമ്പോൾ പിശാച് നമ്മൾ ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഒരാണ്ട് കഴിഞ്ഞിട്ട് അന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി. അതിനിടെ പല കാര്യങ്ങൾ അവിടെ നടന്നു. ഇത് സ്വന്തം മഹത്വത്തിനും സ്വന്തം ഉയർച്ചയ്ക്കൊന്നുമല്ല, എൻ്റെ നിന്ന മാറാൻ തന്നെയൊന്നുമല്ല. ദൈവമേ, നിന്റെ ആലയത്തിലേക്ക് എനിക്ക് നേർച്ച സന്തതിയായ ഒരു പുരുഷ സന്താനത്തെ തന്നെ തന്നാൽ എനിക്ക് നിന്റെ സന്നിധിയിലെ കാഴ്ചവെക്കണം. അതിനാണെന്ന് പറഞ്ഞ് ദൈവനാമം മഹത്വത്തിനായി ചോദിച്ചു വാങ്ങിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥന മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഏൽക്കാനാ ഹല്ലേലൂയ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഒടുവിൽ ഏലി പുരോഹിതന്റെ അടുക്കലേക്ക് പൈതലുമായി കടന്നു വരികയാണ്. 27 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ താഴോട്ട് നമുക്ക് വായിക്കാൻ നേരമില്ല, വായിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഒന്നാമത് ഏലി പുരോഹിതന്റെ അടുക്കൽ അപ്പോഴും താഴ്മയോടെ വന്ന് നിൽക്കുകയാണ്. കണ്ടോ, കർത്താവിൽ നിന്ന് പ്രാപിച്ചെന്ന് പറഞ്ഞ അഹങ്കാരം ഒന്നും കാണിക്കാൻ അവൾ ഒരുങ്ങിയില്ല. ദൈവത്തിന്റെ ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവൾ അവനോട് പറഞ്ഞു, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കാഴ്ച പ്രാർത്ഥന യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ കയ്യിൽ അങ്ങനെ വാങ്ങിച്ചത് വല്ലതും ഉണ്ടോ? ഇതുപോലെ ദിവസം കൊണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ വായിച്ചു, കർത്താവിൻ്റെ ഒരു വിലയേറിയ ദാസൻ എഴുതിയിരിക്കുകയാണ്. താനിങ്ങനെ ഹല്ലേലൂയ ഒരു വലിയ മീറ്റിങ്ങിന് തന്നെ ക്ഷണിച്ച് താൻ അവിടെ ചെന്നിരിക്കുമ്പോൾ കർത്താവ് ജനത്തോട് എന്ത് പറയും? എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ ഇങ്ങനെ പറഞ്ഞേ. കർത്താവിനൊരു ശബ്ദം താൻ കേട്ടു. ഇതിനു മുമ്പ് എത്രയോ നന്മ നീ എന്നിൽ നിന്ന് പ്രാപിച്ചു, ഒരു വാക്കെങ്കിലും നീ എന്നോട് അതിന് താങ്ക് യു പറഞ്ഞോ? ഇത്രയും നേരം നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലാതെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പുള്ളി ഞെട്ടി. ശരിയാ കർത്താവേ എന്ന് പറഞ്ഞ താങ്ക്സ് പറഞ്ഞ് അങ്ങോട്ട് അവിടെ ഇരുന്ന് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് പറയാൻ കഴിയാത്ത പോലെ ദൈവം തന്നിലേക്ക് കൃപ വ്യാപരിച്ചു. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നിർവിചാരികളായിരിക്കാനല്ല, ദൈവം ചെയ്ത നന്മകളോർത്ത് ഒന്നിനൊന്ന് ഹല്ലേലൂയ ചെറുതും വലുതുമായത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവം അടുത്ത നന്മയിലേക്ക് നമ്മളെ നടത്തുകയാണ്. ഹന്ന നന്മയുമായി ദൈവസന്നിധിയിൽ വന്ന് അവളുടെ നിന്ന നീക്കി. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഒരു പാട്ട്, ഒരു പ്രാർത്ഥന അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞു എന്തെന്നാലാണ് അവിടെ എഴുതിയെങ്കിൽ ഒരു പാട്ട് പോലെ എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് ചെറുതാണെന്ന് തോന്നിയാലും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് മുമ്പിൽ എത്രത്തോളം ആനന്ദിച്ചിട്ടുണ്ട് നമ്മൾ. കർത്താവിൽ നമ്മൾ ആനന്ദിക്കുമ്പോൾ സ്വർഗം
സ്വർഗം നമ്മെ നോക്കി സന്തോഷിക്കുകയാണ്. അല്ലെ, വാങ്ങിച്ചിട്ടും മുഖം വീർപ്പിച്ച് വാടിയൊക്കെ ഇരിക്കുക, അതൊന്നും കർത്താവിന് സന്തോഷമല്ല. എപ്പോഴും ദൈവത്തിന്റെ മക്കൾ എപ്പോഴും സന്തോഷിക്കണം. പൗലോസ് അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടന്നു പോലും എഴുതുന്ന. പൗലോസിന് മനസ്സിലായി കർത്താവിന് എപ്പോഴും തൻ്റെ ജനം സന്തോഷിക്കുന്നതിലാണ് സന്തോഷം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിനൊക്കെയും ഏത് രീതിയിൽ അത് എടുക്കണമെന്ന് നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ടത്. അല്ല, ഇന്ന നന്മ എനിക്കില്ലെങ്കിലും ഞാൻ അതിലങ്ങ് സന്തോഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ വായിച്ചു, അല്ലെങ്കിൽ ഒരു മാതാവ് തൻ്റെ 58ാമത്തെ വയസ്സിൽ ഏറ്റവും വലിയ, ഞാൻ അറിയുന്ന ഒരു സഹോദരിയാണ്, അതുകൊണ്ട് എനിക്കറിയാം ആ സഹോദരി ഏറ്റവും അത് ആ ഒരു ബുക്കിൽ കൂടെ വായിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ സന്തോഷം തോന്നി. ഒരു വലിയ ദൈവദാസന്റെ മകളാണ്, 88ാമത്തെ വയസ്സിൽ താൻ മരിക്കാൻ രോഗക്കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ നല്ല ഓർമ്മയുണ്ട്, തൻ്റെ പ്രായമായ 2 മക്കളും അവരുടെ ഹസ്ബൻഡും കൂടെ ഒരു ഗിഫ്റ്റുമായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് 58ാമത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ആ കിടക്കയുടെ അരികിലേക്ക് ചെന്ന ഒരു ഹാപ്പി ബർത്ത്ഡേ പാടി ഹല്ലേലൂയ. ഉടനെ ആ സഹോദരി പറഞ്ഞു, ഹല്ലേലൂയ, എനിക്ക് 58 വയസ്സ് തികയാണ്, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു, മരണക്കിടക്കയിലാണേലും എൻ്റെ ബർത്ത്ഡേയിൽ ഞാൻ എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷിക്കുവാൻ അങ്ങ് തീരുമാനിച്ചു എന്ന്. ഹല്ലേലൂയ. ആ കിടക്ക ഓർത്താൽ എഴുന്നേൽക്കാനും വയ്യ, നാളുകളായ കിടക്കയിലാണ്. എന്നാൽ ഇന്ന് എൻ്റെ 58ാമത്തെ ബർത്ത്ഡേയിൽ എനിക്ക് വേണമെങ്കിൽ കരയാൻ, ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്കറിയാം. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ഭർത്താവിനോട് ചേർന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ബർത്ത്ഡേയിൽ ഇന്നങ്ങ് സന്തോഷിക്കാൻ ഏൽപ്പിച്ചെന്ന്. ആ ഭർത്താവ് വളരെ സന്തോഷത്തോടെ എഴുതിയിരിക്കുകയാണ്. എൻ്റെ ഭാര്യയുടെ ആ പ്രത്യാശ അത് കണ്ടപ്പോൾ ഒന്നുകൂടെ. അതുപോലെ ആ മകനും പലരും അറിയുന്നതായിരിക്കും. പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിന് തിരുവല്ലയിലുള്ള KV ചെറിയാച്ചൻ എന്ന് പറഞ്ഞ ആ മരിച്ചു ദേവദാസന്റെ മകൾ എലിസബത്ത് എന്ന മകളുടെ ഭർത്താവ് ഡോക്ടർ ജോർജ് സാമുവേൽ തൻ്റെ ഒരു അനുഭവം എഴുതിയിട്ട് ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെ വായിച്ചാണ്, തൻ്റെ ആൺമക്കൾ 2 28 26 വയസ്സ് 2 ജന്മനാ രോഗികളായി. ഹാലിൽ നടക്കലോ ഒരു മകൻ്റെ കാലോ ഓപ്പറേഷൻ ചെയ്തു. ഈ അമ്മ ഈ കുഞ്ഞുങ്ങളെ 2 പേരെ രാവും പകലുമില്ലാതെ നോക്കി. ഒടുവിൽ അമ്മ രോഗിയായി, ഈ മക്കൾ 2 മരിച്ചു. അമ്മ മരിച്ച ശേഷം എന്നാൽ ഈ മക്കൾ കിടക്കയിലായിരിക്കുമ്പോൾ ഹാലിൽ ഇതുപോലൊരു ബർത്ത്ഡേക്ക് ഈ മകൻ്റെ അടുക്കൽ ഈ അപ്പനും മറ്റേ മകനും കൂടെ അങ്ങോട്ട് ഏതോ സാധനം കൊണ്ടുകൊണ്ടുവന്നാണ് അവൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ അനുവദിക്കുന്നുണ്ട്, എന്നാൽ അതിലെങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ വേണം തീരുമാനിക്കാനെന്ന്. അമ്മയും മകനും ഒരുപോലെ. നമ്മളെ കൊണ്ട് ഇത് പറയുവാൻ കഴിയുമോ? അത് വായിച്ച അപ്പൻ സന്തോഷിച്ചു എന്ന് അതിലടുത്ത് എഴുതിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം തരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ സന്തോഷിക്കുവാൻ ഏൽപ്പിച്ചാൽ സ്വർഗം സന്തോഷിക്കും. മുഖം വാട്ടുവാനും പിറുപിറുക്കുവാനും തുടങ്ങിയാൽ പിശാച് സന്തോഷിക്കും. ഈ ദിവസങ്ങളിൽ ഹന്നയെ പോലെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് നന്മയും സന്തോഷവും എല്ലാം അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തോണ്ട് ഒരു പാട്ട് പാടുവാൻ തക്കണം നാം ഏൽപ്പിക്കപ്പെട്ടാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. എന്തൊക്കെയോ ചിലത് ചെയ്യുവാൻ. ഇന്ന് കർത്താവനാസൻ നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, കോയമ്പത്തൂർ എന്ന സാമച്ചൻ പാസ്റ്റർ അടുക്കൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറയാണ്, എന്തൊക്കെയാ പറഞ്ഞത് ഇനി അവിടെ വന്ന് പറയാനേ പറ്റുള്ളൂ. 2011 ദൈവം ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങളെ പറ്റി ഹല്ലേലൂയ വിശ്വസിക്കാൻ പ്രിയമുള്ളവരെ. എത്ര നാളായി കേട്ടിട്ടെന്ന് പിശാച് ചോദിക്കില്ല, എൻ്റെ സമയം അടുത്തു വരുന്നുവെന്ന്. വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. അവരിവരും പറയുന്നത് കേട്ട് എത്ര നാളായി ഇങ്ങനെ പറഞ്ഞ അവിടെ ഇരുന്ന് പറയും, ബദലിൽ വല്ലൊരു ഉണ്ടെങ്കിൽ വന്ന് ജീവിപ്പിക്കുന്ന വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ നമ്മളെ വെല്ലുവിളിക്കുന്നവരെ ഹല്ലേലൂയ സ്വർഗ്ഗം ഒരു ദിവസം വെളിപ്പെടുത്തുന്ന ദിവസമുണ്ട്. ബദലിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ ഈ ദിവസങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഒറ്റ വാക്യം കൂടെ അതിനോട് ചേർന്ന് യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 23-9 വാക്യം ഒന്ന് വായിക്കാം. പ്രവാചകന്മാരെ കുറിച്ചുള്ള അരുളപ്പാട്. എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു, എന്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു. യഹോവ നിമിത്തവും അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നതിനെ പോലെയും ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്ന ഈ വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ വചന നിമിത്തം ആരെങ്കിലും ലഹരി പിടിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടെന്ന്.
ഹല്ലേലൂയ. ഇതുവരെ പിടിച്ചിട്ടില്ലെങ്കിൽ ദൈവവചനമായിട്ട് മണിക്കൂറുകളൊന്ന് ഇരുന്ന് നോക്കണം. അതിൻ്റെ അകത്ത് വചനം ഇങ്ങോട്ട് ഇടപെടുമ്പോൾ അതിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ അത് ഞാൻ കിട്ടിയ പോലെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അനുഭവം ഞാൻ അനുഭവിച്ചവളാണ്. ഹല്ലേലൂയ. നെടുൂർപ്പോടെ കരഞ്ഞ രാത്രികൾ, ഹല്ലേലൂയ, മരണക്കിടക്കയിലായിരുന്ന രാത്രികൾ, ദീർഘശ്വാസം വിട്ട രാത്രികൾ, എൻ്റെ തലവണ്ണം കണ്ണുനീരുകൊണ്ട് നനഞ്ഞ രാത്രി, ഒരു മനുഷ്യരും അറിയത്തില്ല കമ്മന്ന് കിടന്ന് കരഞ്ഞ രാത്രികൾ. എന്നാൽ അന്ന് എനിക്ക് വേണ്ടി എഴുന്നേറ്റ സ്വർഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഭവിച്ച ശേഷം പറയുമ്പോൾ അതിനകത്തൊരു മാധുര്യമുണ്ട്. അല്ല ചുമ്മാതെ എഴുതി വെച്ചതല്ല. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം നിമിത്തം ഞാൻ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേറ്റ സമയങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി എഴുന്നേൽക്കുവാനും വിശ്വാസം. പക്ഷേ ആശ്രയം അവിടെ മാത്രമായിരിക്കട്ടെ, മറ്റു പലതിലും ആശ്രയിക്കാം. ദൈവമേ, ഇത്ര വലിയൊരു ദൈവം എനിക്കുള്ളപ്പോൾ എൻ്റെ ആശ്രയത്തിന് കളങ്കം വന്നുപോയി, ഞാൻ മറ്റു പലതിലും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു പോയി. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ നിന്നെ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പൽക്കാലം നമുക്ക് പോകാം. യഹോവ നിമിത്തവും അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ പോലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലെ ആയിരിക്കുന്നു. യെരമ്യാവിന് പറയാനുള്ളതാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും, ഹല്ലേലൂയ, വചനത്തിന്റെ, ഹല്ലേലൂയ, ആ വചനം വായിച്ച് ഗ്രഹിക്കുന്നതിലൊക്കെയും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കർത്താവേ എനിക്കത് തരണമെന്ന് പറഞ്ഞുകൊണ്ട്, മറ്റുള്ളവരെക്കാൾ ഒരു വ്യത്യാസം എനിക്ക് വേണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട്, അന്നെ പോലെ യെരമ്യാവിനെ പോലെ ഈ ദിവസം മത്ത് പിടിച്ച് ലഹരി പിടിച്ച അനുഭവത്തിൽ മുന്നേറുവാനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് അപ്പോസ്തല പ്രവൃത്തി എടുത്ത് വായിക്കണ്ട. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, അതിനകത്തൊരു വാക്യമുണ്ട്. അനേക ഇടങ്ങളിൽ നിന്ന് മാളിക മുറിയിൽ ജനം പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെ കൂടി വന്ന ദേശം ചുറ്റുപാടുകൾ ഇളകി വന്നു. ഇവിടെ എന്താ നടക്കുന്നെന്ന് കാണാൻ. അന്നും എന്തോ പറഞ്ഞത്, ഇവർ ലഹരി പിടിച്ചവരെന്നല്ലേ. ഹല്ലേലൂയ. ഒന്ന് ഞാൻ അതുകൂടെ ഒന്ന് എടുത്ത് വായിച്ചോട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, പ്രൈസ് ദി ലോർഡ്, 13. അതിന്റെ 11ഉം 13ഉം ഒന്ന് വായിച്ചാട്ടെ. 11 മുതൽ. ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്നുകൊണ്ട് പരിഹസിക്കുന്ന ഒരു കൂട്ടര്, അവർക്ക് മനസ്സിലായി ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഇതിനകത്ത് 120 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് ദിവസങ്ങളായിരുന്നു പ്രാർത്ഥിക്കുകയാണ്. പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതെല്ലാം മതിമറന്ന് ദൈവത്തിന്റെ വൻകാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് വിളിച്ചു പറയുകയാണെന്ന് മനസ്സിലായി ആദ്യം. എന്നിട്ടും താഴോട്ട് വന്ന് പറയുകയാണ്, ലോകത്തിന് ഇതൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ, നമ്മളിത് മനസ്സിലാക്കിയവർ അതിൽ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അവർ തമ്മിൽ പറയുകയാണ് ഇത് എന്തായിരിക്കുമെന്ന്. അതിലൊക്കെ എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. അവർക്ക് ചഞ്ചലം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ജനവാത്മാവിൽ സന്തോഷിച്ച് ആനന്ദിക്കുകയാണ്. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നെന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അതിന് മറുപടി താഴോട്ട് പത്രോസ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പുതുവീഞ്ഞൊന്നും കുടിച്ചവരല്ല എന്ന കാര്യം താഴോട്ട് പറയുന്നുണ്ട്. എന്നാൽ എവിടൊക്കെ ആത്മാവിൽ ഹല്ലേലൂയ ആരാധിച്ച് നിയന്ത്രണം വിട്ടുപോയി, എവിടൊക്കെ ലഹരി പിടിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിലും ലഹരി പിടിച്ച് വിശ്വസിച്ച അബ്രഹാമൊക്കെ നമുക്കിപ്പോ ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പഴയതിലോട്ട് പോയി. ചുമ്മാതല്ല അവരൊക്കെ പ്രാപിച്ചത്, അവരുടെ വിശ്വാസത്തിന് ലഹരി പിടിച്ച അനുഭവം. വേറെ ആരെല്ലാം 100 വയസ്സായില്ല, ഇനി എന്തിനാ കാത്തിരിക്കുന്നു ചോദിച്ചാലും തന്റെ ഉള്ളിൽ കത്തിയ വിശ്വാസത്തിൽ ലഹരി പിടിച്ച പോലെ നടക്കുക. നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് ദൈവം എന്നോട് പറഞ്ഞതാ, മണഹാലിൽ കടൽ തീരത്തെ മണൽ പോലെ ഇതുപോലെ എനിക്ക് സന്തതിയെ തരാൻ വേണ്ടി ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു. എന്റെ ദൈവത്താൽ സകലവും സാധ്യം. ഹല്ലേലൂയ. ലഭിച്ച ശേഷം കൊണ്ട് യാഗപീഠത്തിന്മേൽ വെച്ച് കൊല്ലുവാൻ പറഞ്ഞപ്പോൾ അയ്യോ എന്തോ ഒരു പോഷത്തരമാണെന്ന്. അബ്രഹാമിന് വിശ്വാസത്തിന് ഒരു ചഞ്ചലവുമില്ല. ഹല്ലേലൂയ. ചാരമായാൽ അതിൽ നിന്ന് എന്റെ പുത്രനെ തരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് അങ്ങ് വിശ്വസിച്ചു. വിശ്വസിക്കുന്ന ദൈവം ഇതിലെ വേറെ എന്തെല്ലാം കാഴ്ചവെച്ചാലും പ്രാപിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ വിശ്വാസത്താൽ അത് പ്രാപിച്ചു, വിശ്വാസത്താൽ ജയിച്ചു, വിശ്വാസത്താൽ എന്നത് ചെയ്തു എന്ന് ഈ വചനം നമുക്ക് തരുന്നതിനാൽ നാം ഈ ദിവസങ്ങളിൽ വലിയ വിശ്വാസം ഏറ്റെടുത്തെങ്കിലേ നമ്മോടുള്ള വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. കർത്താവിന് തന്നോട്ട് വാഗ്ദത്തങ്ങളെല്ലാം നിരയായിട്ട് ഞാനും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നാൽ
ദൈവത്തിന് സ്തോത്രം. ഓരോ എവിടെയെങ്കിലും ഒരു വാചകം വായിക്കുമ്പോൾ ദൈവം അതിൽ കൂടെ എന്നോട് ഇടും. കഴിഞ്ഞ ദിവസം ഇടപെട്ടു. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ഒരു വാചകം വായിച്ചത്. പലതും നമ്മളെല്ലാവരും വാഗ്ദത്തങ്ങൾ കേട്ട് ഒരു കാലത്ത് കർത്താവിനോട് വാഗ്ദത്തം കേട്ടു, ഞാനത് പ്രാപിക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നതല്ലാതെ അന്ന് മുതൽ പ്രാർത്ഥിച്ചിരുന്ന ഞാൻ ഓർത്ത് ഇപ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അന്ന് മുതൽ പ്രാർത്ഥിച്ചിരുന്ന ഇപ്പം പ്രാപിച്ചു പോയേനെ. അന്നൊക്കെ കർത്താവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണുന്നവരൊക്കെ പറയും കർത്താവ് വലിയ കാര്യം എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. എന്നാൽ ഈ ദിവസങ്ങൾ അതിനെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ അതിൻ്റെ സമയം അടുത്തെന്ന് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥന സമയമാകുമ്പോൾ അതിനെപ്പറ്റി ഉള്ളിൽ ദൈവം പ്രത്യേക ഒരു കത്തിൽ തരും. അതിനെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്യാമെന്ന് പറയുന്നതൊക്കെ ചെയ്യുന്ന സമയം അടുത്ത് വരികയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം, വലിയ തീയിറക്കി ദൈവത്തിൻ്റെ വലിയ മഹത്വം കണ്ടു. ആ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. ബാലിൻ്റെ അശരീരൊക്കെ പ്രതിഷ്ഠകൾ പ്രവാചകന്മാരെല്ലാം ഹല്ലേലൂയ കൊന്ന് ഹല്ലേലൂയ നാമാവശേഷമാക്കി. എന്നിട്ട് തുടർന്ന് വന്ന് ഹല്ലേലൂയ ഒരു മഴയുടെ മുഴക്കം കേട്ടു. ഇപ്പം മഴ പെയ്യുമെന്നും പറഞ്ഞ് പോയി ഹല്ലേലൂയ പോയിരിക്കുമല്ല. ആഹാബ് രാജാവിൻ്റെ അടുക്കൽ പോയി സംസാരിച്ചോണ്ടോ അല്ലെ വേറെ എവിടെയും പോയി സംസാരിച്ചോണ്ടിരുന്നില്ല. നേരെ മഴ കാണുന്നിടം വരെ, മഴ കൈപ്പത്തി കാണുന്നവരെ മുഴക്കം കേട്ടാ ദൈവം ഇനിയും വാക്കുമാറുകയില്ല, മഴ ഇങ്ങ് വന്നോളൂ എന്നും പറഞ്ഞ് ഇരിക്കാൻ നമുക്ക് അനുവാദമില്ല. അത് ലഭിക്കും, മരിച്ചൊരു ഉയർക്കുമെന്ന് പറഞ്ഞാൽ കർത്താവെ അത് ഉയർപ്പിച്ചേ പറ്റത്തുള്ളെന്നും പറഞ്ഞ് പുറകെ നടന്നെങ്കിലല്ലാതെ കർത്താവിന് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അത് പറയുന്നെന്ന് അത് യുദാസൻ എഴുതി. അങ്ങനെ ഹല്ലേലൂയ പലരോടും ദൈവാത്മാവ് പലതും പറഞ്ഞു. അതിനൊരു ഉദാഹരണമായിട്ട് ഹല്ലേലൂയ താൻ ഒരു കഥയൂടെ പറഞ്ഞു. ഒരിക്കൽ ഒരു ദേവദാസൻ 2 സഹോദരന്മാരോടായിട്ട് ഇങ്ങനെ ദൂതെടുത്ത് ഒരാളോട് പറഞ്ഞു, ആത്മാവിൽ പറഞ്ഞാണ് നീ ഒരു കിങ് ആകും. വേറൊരാളോട് പറഞ്ഞു നീ ഒരു സെർവൻ്റ് ആകും. 2 പേര് കേട്ടിട്ട് കിങ് വളരെ സന്തോഷത്തോട് ഞാൻ കിങ് ആകുമെന്നും പറഞ്ഞ് വഴിയെ കണ്ടവരോടും വീട്ടിൽ ചെന്ന് പറഞ്ഞു ദേവദാസൻ പറഞ്ഞു ഞാൻ കിങ് ആകുമെന്ന്. അത് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. മറ്റേ ആള് ഞാൻ സെർവൻ്റ്, എനിക്ക് സെർവൻ്റ് ആകണ്ട, ഞാൻ സെർവൻ്റ് ആകുമെന്ന് പറഞ്ഞ് എനിക്കത് മാറ്റണം എന്ന് പറഞ്ഞ് താൻ എന്നാ ചെയ്തു, താൻ വീട്ടിൽ ചെന്നിട്ട് ഹല്ലേലൂയ അവിടെ നിന്ന് കുറേ വിത്ത് വിതയ്ക്കാനുള്ള കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് ദൂരെ എങ്ങോ ഒരു സ്ഥലത്ത് പോയി ഹല്ലേലൂയ താൻ കൃഷി ചെയ്യാൻ തുടങ്ങിയെന്ന്. എനിക്ക് സെർവൻ്റ് ആകണ്ട, എനിക്ക് വലിയ ഒരാളാകണം. മറ്റേ ആൾ ഞാൻ കിങ് ആകുമെന്ന് കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞ് മാത്രം നടക്കുക, പ്രാർത്ഥിക്കുക പോലും ഇല്ല. ഇയാൾ ദൈവത്തോട് ദൈവമേ എനിക്ക് സെർവൻ്റ് ആകണ്ട, എനിക്ക് വലിയൊരാളാകണം. 1 വർഷം കഴിഞ്ഞ് ഹല്ലേലൂയ തൻ്റെ കൃഷിയെല്ലാം വിളഞ്ഞ് ദേശത്തൊരു വലിയ ക്ഷാമമായപ്പോഴേക്ക് തൻ്റെ ഭണ്ണാരം കൃഷി കൊണ്ട് ഹല്ലേലൂയ ഫലം കൊണ്ട് ഭണ്ണാരം അങ്ങ് നിറഞ്ഞു. ഈ ദൂത് പറഞ്ഞ ആൾ തന്നെ അബദ്ധവശാൽ കടന്നുപോയപ്പോൾ ദേശത്തൊരു വലിയ ക്ഷാമം ഉണ്ടായപ്പോൾ കാണാനായി ഹല്ലേലൂയ ഒരാളുടെ വിളവ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതെന്ന് കേൾക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ താൻ ദൂത് പറഞ്ഞ ആളാ. എടാ നീ ഇങ്ങനെ എന്നോട് അന്ന് ദൂത് പറഞ്ഞില്ല, ഞാൻ സെർവൻ്റ്, ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്ക് സെർവൻ്റ് ആകണ്ട, ഞാൻ കഷ്ടപ്പെടാമെന്ന് പറഞ്ഞു. മറ്റേ ആൾ കിങ് ആകുമെന്ന് പറഞ്ഞ വീട്ടിൽ കിങ് ആകാൻ കാത്തിരുന്നു. അവൻ വന്നിരിക്കുക തുണിയും പിടിച്ച് എനിക്കിവിടെ നിന്റെ വിളവിലേച്ചത് തരണം. സെർവൻ്റ് കിങ്ങുമായി, കിങ് ഇപ്പം സെർവൻ്റുമായി. ദൈവം ഒന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അധ്വാനിക്കാനും വിലമുടക്കുവാനും സമയവും താലന്തും കർത്താവിൻ്റെ ചിലവഴിക്കുന്നവർക്കല്ലാതെ വേണ്ടുന്ന പോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ കഴിയില്ലെന്ന് താൻ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹന്നയോട് പറഞ്ഞ ഉടനെ പോയി വിലമുടക്കി നിന്ന സഹിച്ച് പ്രതിയോഗിയോട് പകരം വീട്ടാതെ താഴ്മയും വിനയമുള്ളവളായി അനുസരിച്ച ഹന്ന പ്രതിഫലമായി ദിവസം നിന്ന പോലെ ഈ ദിവസങ്ങൾ നാം വിശ്വസിച്ചതുപോലെ ചില പ്രതിഫലങ്ങളുമായി നമ്മുടെ മുൻപിൽ ദൈവത്തിന്റെ മുൻപിൽ സഭയുടെ മുൻപിൽ നാം നിൽക്കുമെന്നുള്ളതിന് ദൈവാത്മാവിന് രാത്രി നമ്മോട് ഇടപെട്ടതിനാൽ ഞാൻ ഈ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ഇത്രത്തോളം സമയം തന്ന ഹല്ലേലൂയ ഭാരവാഹികളുടെ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ